بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് ചെയ്യാനാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ തൗഹീദ് പൂർത്തീകരിക്കാനാണ്. തൗഹീദിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് ഇൽമിയായ ഭാഗവും രണ്ട് അമലിയായ ഭാഗവും. തൗഹീദുൽ ഇൽമി എന്നും അല്ലെങ്കിൽ തൗഹീദുൽ മഅരിഫത്ത് വൽ ഇസ്ബാത്ത് എന്നെല്ലാം പറയും. രണ്ട് തൗഹീദുൽ അമലി അല്ലെങ്കിൽ തൗഹീദുൽ ഇറാദത്തി വ ത്വലബ് എന്ന് പറയുന്ന തൗഹീദിൻ്റെ രണ്ട് ഭാഗം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഇതിനുള്ള മാർഗമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഖുർആനും രണ്ട് ഹദീസുകളും. രണ്ടും വഹ്യാണ്. രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വഹ്യാണ്. ഖുർആനാവട്ടെ ഹദീസാവട്ടെ. ഈ രണ്ടിലൂടെ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണമെന്നും അള്ളാഹുവിനെ കുറിച്ച് എന്താണ് അറിയേണ്ടതെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ഖുർആനും അതുപോലെ തന്നെ ഹദീസുമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടിയും നമുക്ക് അതൊന്ന് ഉറക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേൾക്കാത്ത ആളുകൾ കേൾക്കാൻ വേണ്ടി കൂടി പറയുകയാണ്. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അടിസ്ഥാനം എന്ന് പറഞ്ഞു. ഇതോടൊപ്പം മൂന്നാമത്തെ ഒരു കാര്യം ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എടുക്കുന്ന ഫിഖ്ഹാണ്. അതിൽ നിന്ന് എടുക്കുന്ന ഫിഖ്ഹാണ്. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനം. ഒന്ന് ഖുർആനും അതിൻ്റെ തഫ്സീറും, രണ്ട് ഹദീസും അതിൻ്റെ ശുറൂഹകളും അതിൻ്റെ വിശദീകരണവും, മൂന്ന് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് എടുക്കുന്ന ഫിഖ്ഹ്, നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ. ഈ ഫിഖ്ഹ് രണ്ടിനമായിട്ടുണ്ട്. ഒന്ന് അഖദീയായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, രണ്ട് അമലിയായിട്ടുള്ള കാര്യങ്ങൾ. ചിലർ അതിനെ ഫിഖ്ഹുൽ അക്ബർ, ഫിഖ്ഹുൽ അസ്ഗർ എന്ന് പറയും. അക്ബർ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അസ്ഗർ എന്ന് പറഞ്ഞാൽ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇൽമിനെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ കൂടി പറയാം. അൽ ഉലൂമുൽ മഖാസിദിയ, ലക്ഷ്യമായിക്കൊണ്ടുള്ള അറിവ് അഥവാ നമുക്ക് ലക്ഷ്യമായി ലഭിക്കേണ്ട അറിവ്. അതെന്താണ്? ഖുർആനും അതിൻ്റെ വിശദീകരണവും ഹദീസും അതിൻ്റെ വിശദീകരണവും അതിൻ്റെ ഫിഖ്ഹും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത്? ഉലൂമുൽ മഖാസിദ്. നമ്മുടെ ലക്ഷ്യം അതാണ്. ഇപ്പോൾ നമ്മുടെ മസ്ജിദുകളിൽ ഒരു ദർസ് നടക്കുകയാണ്, ഖുർആന്റെ തഫ്സീർ നടക്കുകയാണ്. അത് നമുക്ക് ആവശ്യമുള്ള ഇൽമാണ്. അല്ലെങ്കിൽ ഹദീസ് വായിച്ച് അത് വിശദീകരിക്കുകയാണ്, അത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ കിതാബു തൗഹീദ് പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ അഖീദത്തു തഹാവി അതുപോലെ കിതാബ് പഠിക്കുന്നത് പോലെ അത് പഠിക്കുന്നു. കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ ഉംദത്തുൽ അഹ്കാം പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ സിഫത്തുസ് സ്വലാത്ത് പഠിക്കുന്നത് പോലെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യമായിട്ടുള്ള ഇൽമാണ്. ഈ ഇൽമ് നേടിയെടുക്കാൻ ഇപ്പോൾ ഖുർആന്റെ തഫ്സീർ എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് തഫ്സീർ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഹദീസിന്റെ വിശദീകരണം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഒരു കാര്യം ഹദീസാണെന്ന് ഉറപ്പിക്കുക? ഫിഖ് പറഞ്ഞു. എങ്ങനെയാണ് ഇന്നത് നിസ്കാരത്തിന്റെ റുക്നാണ്, ഇന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ്, അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നാൽ നോമ്പ് മുറിയും, അല്ലെങ്കിൽ സക്കാത്ത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന മസ്അലയിൽ ഇന്നതാണ് വിധി, അതെങ്ങനെയാണ് പുറത്തെടുക്കുക? അതിനാണ് അൽ ഉലൂമുൽ ആലച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉസൂലിയായ ഇൽമുകൾ എന്ന് പറയുന്നത്. ഉസൂലിയായിട്ടുള്ള ഇൽമുകൾ എന്ന് പറയുന്നത് പൊതുവെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ആമത്തുൻ നാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തുല്ലാബുകളായി അല്ലെങ്കിൽ ഇൽമിന്റെ മേഖലയിൽ മുഴുകാത്ത അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്ത ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുകുന്ന ആമത്തുൻ നാസ്, പൊതുജനങ്ങൾ, പൊതു മുസ്ലിമീങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷ്യമായിട്ടുള്ള അറിവ് തന്നെ അവരുടെ ദീനിനെ സംരക്ഷിക്കാൻ മതിയായതാണ്. അവർക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള
പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് ഇന്ന ആയത്തിന്റെ വിശദീകരണം, ഇന്നതാണ് ഇന്ന ഹദീസിന്റെ വിശദീകരണം, ഇന്ന മസ്അലയിൽ ഇന്നതാണ് വിധി എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞാൽ അവർ അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ആമത്തുൻ നാസിന് മതിയായതാണ്. ഉസൂലിയായിട്ടുള്ള ഇൽമുകൾ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത് തുല്ലാബുകളാണ്, അതിൽ മുഴുകി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഉസൂലിയായ ഇൽമു എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുമുള്ളത് അതിന്റെ അടിസ്ഥാനം ഒന്നാമത്തേത് ഖവായിദുൽ ലുഗയാണ്, അറബി ഭാഷ അറിയലാണ്. കാരണം ദീനിന്റെ എല്ലാ കാര്യവും ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. ഖുർആൻ അറബിയിലാണ്, ഹദീസ് അറബിയിലാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷ അറിഞ്ഞാൽ മാത്രമേ ഉസൂലിയായ ഇൽമുകളിൽ അവഗാഹം നേടാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത് ഖുർആനിനെ എങ്ങനെ തഫ്സീർ ചെയ്യണം എന്ന് പറയുന്ന ഉസൂൽ തഫ്സീറാണ്. എങ്ങനെയാണ് ഖുർആനിനെ തഫ്സീർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത്? ഒരാൾക്ക് തോന്നിയതുപോലെ ഇന്ന ആയത്തിന് ഇന്ന അർത്ഥം എനിക്ക് തോന്നുന്നു എന്ന നിലക്ക് വിശദീകരിക്കാൻ പറ്റുമോ? എങ്ങനെയാണത് വിശദീകരിക്കേണ്ടത്? അതിന്റെ ചില മാനദണ്ഡങ്ങളുണ്ട്. അതാണ് ഉസൂൽ തഫ്സീർ. അതിന്റെ ശാഖാപരമായിട്ട് ഖവായിദു തഫ്സീറും വരും. ഹദീസുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണോ, അല്ലെങ്കിൽ ആ ഹദീസ് സ്വീകാര്യയോഗ്യമാണോ എന്നറിയണം. രണ്ട്, ആ ഹദീസിൽ നിന്ന് അഹ്കാമുകൾ എടുക്കണം, അതിന്റെ വിധി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് പഠിക്കുന്നതിനാണ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം വന്നു, ഒരു കാര്യം കേട്ടു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെയാണോ, അല്ലെങ്കിൽ ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വേറെ പിശകുകളുണ്ടോ എന്ന് സ്ഥിരപ്പെടുത്തി അത് സ്വീകാര്യയോഗ്യമാണോ അതോ തള്ളേണ്ടതാണോ എന്ന് മനസ്സിലാക്കുന്നതിനാണ് ഉസൂൽ ഹദീസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മൂന്നാമത്തെ ഒരു ഫന്നാണ്, അതാണ് ഫിഖ് എന്നുള്ളത്. ഈ തഫ്സീറിൽ നിന്നും, നമ്മൾ ഉസൂൽ തഫ്സീർ മുഖേന തഫ്സീർ ചെയ്തെടുത്ത ഖുർആനിന്റെ ആയത്തിന്റെ തഫ്സീറിൽ നിന്നും ഹദീസ് സ്ഥിരപ്പെട്ട് കിട്ടിയ ഹദീസിൽ നിന്നും വിധിവിലക്കുകളെ എടുക്കുന്നതിനാണ് ഉസൂലുൽ ഫിഖ് ഉപയോഗിക്കുന്നത്. അതിന്റെ ശാഖാപരമായിട്ട് ഖവായിദുൽ ഫിഖ്ഹിയ എന്നൊരു ഭാഗവുമുണ്ട്. അപ്പൊ ഉസൂലിയായ ഫന്ന് അഥവാ ഒരു തുല്ലാബ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ പണ്ഡിതന്മാർ തെളിവെടുക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫന്ന് പ്രധാനമായും ഉൾക്കൊള്ളുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്? ഒന്ന്, അറബി ഭാഷയുടെ നിയമങ്ങൾ, അതിൽ പ്രധാനമായും നഹ്വ്, സർഫ്, ബലാഗ പോലെയുള്ള ഇൽമുകൾ. രണ്ട്, ഉസൂൽ തഫ്സീർ, അതിന്റെ ശാഖാപരമായിട്ട് ഖവായിദു തഫ്സീർ. മൂന്ന്, ഉസൂലുൽ ഹദീസ്. നാല്, ഉസൂലുൽ ഫിഖ്, അതിന്റെ ശാഖാപരമായിട്ട് ഖവായിദുൽ ഫിഖ്ഹിയ. ഇതാണ് ഉസൂലിയായിട്ടുള്ള ഇൽമുകൾ എന്നുള്ളത്. പൊതുവെ നമ്മുടെ നാടുകളിൽ ആദ്യം പറഞ്ഞ ഉലൂമുൽ മഖാസിദിയ ലക്ഷ്യമായിക്കൊണ്ട് സാധാരണക്കാർ അറിയേണ്ട ഇൽമുകളാണ് നമ്മൾ പഠിക്കാറും പൊതുവായിട്ട് ആളുകളെ പഠിപ്പിക്കാറും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുള്ളതും അവർ കേൾക്കാറുള്ളതും അങ്ങനെയുള്ള ഇൽമുകളാണ്. എന്നാൽ ഈ ഇൽമിൽ, ഉസൂലിയായിട്ടുള്ള ഇൽമിൽ വളരെയധികം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട, ഭാഷ മാറ്റി നിർത്തിയാൽ പിന്നെയുള്ള ഉസൂലിയായ ഇൽമിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഫന്നാണ്, ഒരു മേഖലയാണ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്. അഥവാ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത് അതെങ്ങനെ സ്ഥിരപ്പെടുത്താം, എങ്ങനെ അത് സ്വീകാര്യയോഗ്യമാകും, അല്ലെങ്കിൽ എങ്ങനെ തള്ളേണ്ടി വരും, അതായത് മഖ്ബൂലാണോ മർദൂദാണോ, സ്വീകാര്യയോഗ്യമാണോ അതോ തള്ളപ്പെടേണ്ടതാണോ, അത് മനസ്സിലാക്കുന്ന ഒരറിവിനാണ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്. നാം ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് വളരെ പ്രശസ്തമായ ഉസൂലുൽ ഹദീസിൽ വളരെ പ്രശസ്തമായ അറിയപ്പെട്ട തുടക്കക്കാർ പഠിക്കുന്ന 34 ബൈത്തുകളിലായിക്കൊണ്ട് ഇമാം അൽ ബൈഖൂനി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള ഉസൂലുൽ ഹദീസിന്റെ മുസ്തലഹുൽ ഹദീസിന്റെ അടിസ്ഥാനമായിട്ടുള്ള 34 തഅരീഫാത്തുകൾ അഥവാ ഉസൂലുൽ ഹദീസിൽ അടിസ്ഥാനപരമായി ഉപയോഗിച്ചു വരുന്ന ചില പദപ്രയോഗങ്ങൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ചെറിയ രീതിയിൽ വിശദീകരിക്കുന്ന കിതാബായിട്ടുള്ള അൽ മൻദൂമത്തുൽ ബൈഖൂനിയ എന്നറിയപ്പെടുന്ന കിതാബാണ്, ഒരു ബൈത്താണ്. അതാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ തുല്ലാബുകളൊക്കെ ഇവിടെ പഠിക്കുന്ന തുല്ലാബുകൾ കുല്യയിലൊക്കെ പഠിക്കുന്ന കിതാബാണ്. നാം ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു പഠനമല്ല. നാം ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അഥവാ അറബി ഭാഷ അറിയാത്ത ആളുകളായിരിക്കാം. എന്നിരുന്നാലും ഒരു ഹദീസിനെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ പല ഹദീസുകൾ കേൾക്കുമല്ലോ. അപ്പൊ ഒരു ഹദീസിനെ പറ്റി പറയുമ്പോൾ ഒരാൾ പറയുന്നുണ്ടാവും, ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദ് പറയും ഇത് മുതവാത്തിറായ ഹദീസാണ്, അല്ലെങ്കിൽ ഗരീബായ ഹദീസാണ്, മഷ്ഹൂറായ ഹദീസാണ്, അല്ലെങ്കിൽ ഈ ഹദീസിൽ മുൽത്തരിബ് സംഭവിച്ചിട്ടുണ്ട്, ഇത് മുദബ്ബജായ ഒരു ഹദീസാണ്, ഇത് മുദ്റജായ ഒരു ഹദീസാണ്
ഇത് മൗദൂ ആണ്, മത്രൂക്കാണ്, അല്ലെങ്കിൽ മുൻകറാണ്, അല്ലെങ്കിൽ ഈ നിലക്കുള്ള പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ, ഒരു ഹദീസിനെ പറ്റി ഇങ്ങനെയെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്, സഹീഹാണെന്ന് പറഞ്ഞാൽ സഹീഹുൻ ലിദാത്തിഹിയാണ്, സഹീഹുൻ ഗൈരിഹിയാണ്, ഹസനുൻ സഹീഹുമാണ്, അല്ലെ ഹസനുൻ ലിദാത്തിഹിയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് കാര്യം എന്നൊരു സാധാരണക്കാരനായ ആൾക്ക് മനസ്സിലാകാൻ, ഇത് ഇന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകണം എന്നതാണ് നമ്മൾ ഈ ദർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി മലയാളത്തിൽ തന്നെ അതിന്റെ ആശയങ്ങളെ പറയാനും ഏറ്റവും എളുപ്പത്തിൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും, അതിലുള്ള ഒരുപാട് ഖിലാഫുകളും മസ്അലകളൊക്കെ ഉണ്ടാവും. അതിലേക്കൊന്നും പോകാതെ ചെറിയ രീതിയിൽ ആ കാര്യത്തെ മനസ്സിലാക്കി തരിക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ സാധിക്കും. അതിനുശേഷം ആഴത്തിൽ പഠിക്കണമെന്നുള്ളവർക്ക് അതിനുശേഷം അത് പഠിക്കാനുള്ള ഒരു തുറവി, ഒരു കവാടമായിരിക്കും ഈ ഒരു ദർസ് എന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ബൈത്ത് നമ്മൾ പഠിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിയുന്ന ആളുകൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരാകട്ടെ, അതല്ലെങ്കിൽ ഈ ഒരു സംസാരം റെക്കോർഡ് ആയിട്ട് കേൾക്കുന്നവരാകട്ടെ, എഴുതിയെടുക്കാൻ ശ്രമിച്ചാൽ, കാരണം നാം പറഞ്ഞു ഇതല്ലാതെയുള്ള തഫ്സീർ കേൾക്കാനോ ഹദീസിന്റെ വിശദീകരണം കേൾക്കുന്ന പോലെയല്ല, ഉസൂലിയായ ഒരു ഇൽമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ എഴുതിയെടുത്താൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് എഴുതിയെടുക്കാൻ ശ്രമിച്ചാൽ ഉപകാരപ്പെടും. അത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ അധികം ആമുഖമില്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ടതിലേക്ക് കടക്കാം. ഹദീസിനെ കുറിച്ചുള്ള ഇൽമ്, ഹദീസ് എന്നുള്ളത് വഹ്യാണ് എന്നുള്ളതിൽ സംശയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പല ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഹദീസിനെ സംബന്ധിച്ചുള്ള ഇൽമ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇൽമുൽ ഹദീസി റിവായത്തൻ, രണ്ട് ഇൽമുൽ ഹദീസി ദിറായത്തൻ. ഒന്ന് ഇൽമുൽ ഹദീസി റിവായത്തൻ, രണ്ട് ഇൽമുൽ ഹദീസി ദിറായത്തൻ. ഇൽമുൽ ഹദീസി റിവായത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം സാധാരണ ഹദീസുകളെ പറ്റി കേൾക്കുമ്പോൾ പഠിക്കുന്ന കാര്യം. ഇപ്പോൾ ഒരു ഉംദത്തുൽ അഹ്കാം കിതാബ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഹീഹ് ബുഖാരിയോ സഹീഹ് മുസ്ലിമോ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അവർ ഹദീസ് വായിക്കുന്നു, അതിന്റെ ആശയങ്ങൾ പറയുന്നു, ഇന്ന ആളാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അങ്ങനെ ആ ഹദീസിൽ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം വിശദീകരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഇൽമുൽ ഹദീസി റിവായത്തൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഇൽമുൽ ഹദീസി ദിറായത്തൻ എന്ന് പറയുന്നത്. ഇൽമുൽ ഹദീസി ദിറായത്തൻ. ഇൽമുൽ ഹദീസി ദിറായത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹദീസ് അത് മഖ്ബൂലാണോ മർദൂദാണോ, അത് സ്വീകാര്യോഗ്യമാണോ തള്ളപ്പെടേണ്ടതാണോ എന്ന് പഠിക്കുന്നതിനാണ് ഇൽമുൽ ഹദീസി ദിറായത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൽമുൽ ഹദീസി റിവായത്തൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം. ഒരു കാര്യം ഒരാൾ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. ഒരു സഹാബി ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, അത് സ്വഭാവപരമായിട്ടുള്ളതാവട്ടെ സൃഷ്ടിപ്പുപരമായിട്ടുള്ളതാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്ന് പറയാണ് സഹാബി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം ഇങ്ങനെയായിരുന്നു പറയാണ്. ഇതൊക്കെയാണ് ഇൽമുൽ ഹദീസി റിവായത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവർത്തനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവപരമായിട്ടുള്ള അല്ലെങ്കിൽ രൂപപരമായിട്ടുള്ള സൃഷ്ടിപ്പപരമായിട്ടുള്ള വിശേഷണങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള അറിവാണ് ഇൽമുൽ ഹദീസി റിവായത്തൻ. ഇൽമുൽ ഹദീസി ദിറായത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം പറഞ്ഞു ഒരു ഹദീസ് സ്വീകാര്യോഗ്യമാണോ അല്ലയോ, അല്ലെങ്കിൽ ഹദീസ് മഖ്ബൂലാണോ മർദൂദാണോ എന്ന് പഠിക്കുന്നതിനാണ് ഇൽമുൽ ഹദീസ് ദിറായത്തൻ എന്ന് പറയുന്നത്. ഈ ഒരു പഠനം പ്രധാനമായും നിലകൊള്ളുന്നത് രണ്ട് കാര്യങ്ങളുടെ മേലെയാണ്. ഒന്ന് സനദ്, രണ്ട് മത്ന്. രണ്ട് മത്ന്. സനദും മത്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഹദീസിന് ഈ രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒരു ഹദീസിന് സനദും ഉണ്ടാകും, ഒരു ഹദീസിന് മത്നും ഉണ്ടാകും. ഒരു ഉദാഹരണം പറയാം, നമുക്ക് എല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ഉദ്ധരിക്കുകയാണ്. അപ്പൊ ആ ഹദീസ് പറയുന്ന രീതി ശ്രദ്ധിച്ച് കേൾക്കുക. ഖാല അൽ ബുഖാരി റഹിമഹുല്ലാ, ഇമാം ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞു, ഹദ്ദസനി അൽ ഹുമൈദി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, എനിക്ക് ഉദ്ധരിച്ചു തന്നു അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഹുമൈദി, ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള ഷെയ്ഖായിട്ടുള്ള അൽ ഹുമൈദി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന വ്യക്തി എനിക്ക് ഉദ്ധരിച്ചു തന്നു. ഖാല ഹദ്ദസന സുഫിയാൻ ഇബ്നു ഉയൈന, ഹുമൈദിക്ക് സുഫിയാൻ ഇബ്നു ഉയൈന ഉദ്ധരിച്ചു കൊടുത്തു അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു.
قال حدثني يحيى بن سعيد الأنصاري സുഫിയാൻ തൗരിക്ക് യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി പറഞ്ഞു കൊടുത്തു. അഖ്ബറനി മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അത്തൈമി, ആ യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരിക്ക് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അത്തൈമി അറിയിച്ചു കൊടുത്തു. അന്ന അൽഖമത്ത് ഇബ്നു വഖാസ് അൽ-ലൈസി സമിഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ, അൽഖമത്ത് ഇബ്നു വഖാസ് അൽ-ലൈസി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഭാഗം നോക്ക്, ഇമാം ബുഖാരി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ആര് കേട്ടു? ഉമർ റളിയല്ലാഹു അൻഹു വരെ കേട്ടു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് ഇന്നയാള് അൽഖമ കേട്ടു, മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അത്തൈമി കേട്ടു, യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി കേട്ടു, അതിന് താഴെ സുഫിയാൻ ഇബ്നു ഉയൈന കേട്ടു, അതിന് താഴെ ഹുമൈദ് കേട്ടു, ഹുമൈദിൽ നിന്ന് ആര് കേട്ടു? ഇമാം ബുഖാരി കേട്ടു. ഇമാം ബുഖാരി അത് അദ്ദേഹത്തിന്റെ സ്വഹീഹ് രേഖപ്പെടുത്തി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചേർക്കുന്ന ഈ ഒരു ചങ്ങലക്കാണ് എന്ത് പറയുന്നത്? സനദ് എന്ന് പറയുന്നത്. ഇതിനാണ് എന്ത് പറയുക? സനദ് എന്ന് പറയുക. അതിനുശേഷം വരുന്ന വാക്കുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന നിലക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ, അതിനാണ് എന്ത് പറയുന്നത്? മത്തിന് എന്ന് പറയുന്നത്. എന്താണ് മത്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഹദീസ് നമുക്ക് കേട്ട് പരിചയമുള്ള ഹദീസാണ്. ആ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അപ്പൊ എന്താണ് സനദ്? ഈ മത്തിനിലേക്ക് എത്തിക്കുന്ന ഈ ചങ്ങലക്കാണ് എന്ത് പറയുന്നത്? സനദ് എന്ന് പറയുന്നത്. എന്താണോ സനദിന് ശേഷം വരുന്ന വാക്ക് അതിനാണ് എന്ത് പറയുന്നത്? മത്തിന് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിനാണ് എന്ത് പറയുന്നത്? ഉസൂലുൽ ഹദീസ് അല്ലെങ്കിൽ ഇൽമുൽ ഹദീസി ദിറായത്തൻ എന്ന് പറയുന്നത്. സനദിനെയും മത്തിനെയും കുറിച്ചിട്ടുള്ള പഠനത്തിനാണ്. അത് സ്വീകാര്യോഗ്യമാണോ അതല്ല തള്ളപ്പെടേണ്ടതാണോ എന്നത് പഠിക്കുന്നതിനാണ് ഇൽമുൽ ഹദീസ് ദിറായത്തൻ അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസ് അല്ലെങ്കിൽ മുസ്തലഹുൽ ഹദീസ് അല്ലെങ്കിൽ മറ്റു ചില പേരുകളിലും പറയാറുണ്ട്. ഉലൂമുൽ ഹദീസ് എന്ന നിലക്കൊക്കെ പല പേരുകളിലും പറയാറുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇതിന്റെ അറബി തഅരീഫ് എന്ന് പറയാം. അൽ ഇൽമു, ഒരറിവ്, ബിൽ ഖവാഇദി അല്ലതി യുറഫു ബിഹാ ഹാലുസ് സനദി വൽ മത്നി മിൻ ഹൈസുൽ ഖബൂലു അവി റദ്ദു. ഒരു സനദോ മത്നോ അത് സ്വീകാര്യോഗ്യമാണോ അതല്ല തള്ളപ്പെടേണ്ടതാണോ എന്ന് പഠിക്കുന്ന ആ അറിവിനാണ് എന്തു പറയുന്നത്? മുസ്തലഹുൽ ഹദീസ് അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസ് അല്ലെങ്കിൽ ഉലൂമുൽ ഹദീസ് അല്ലെങ്കിൽ ഇൽമുൽ ഹദീസ് ദിറായത്തൻ എന്നെല്ലാം പറയുന്നത്. അതിനാണ് ഇൽമുൽ ഹദീസ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ പഠിക്കുന്ന മേഖല. അപ്പൊ സനദിനെയും മത്തിനെയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൽമിനാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സനദ് അത് സ്വീകാര്യോഗ്യമാണോ അല്ലെങ്കിൽ മത്തിന് അത് സ്വീകാര്യോഗ്യമാണോ എന്നുള്ളത്. ആരാണ് ഈ ഒരു ഇൽമ് ആദ്യമായി പണ്ഡിതന്മാരിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്? ആരിൽ നിന്നാണ് ഈ ഒരു ഇൽമ് ആദ്യമായി എഴുതപ്പെട്ടത്? ഉലമാക്കൾ അതിൽ പല അഭിപ്രായങ്ങൾ കാണാം. അതിന് വ്യത്യസ്ത കാലഘട്ടങ്ങൾ കാണാം. അതിന്റെ ഒരു ആദ്യ കാലഘട്ടം മാത്രം നമ്മളിപ്പോൾ സൂചിപ്പിക്കാം. എന്നിട്ട് അതിന്റെ ഓരോ ഘട്ടത്തിൽ ബാക്കി കാര്യങ്ങൾ പറയാം. ആദ്യ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് അഥവാ മദ്ഹബിന്റെ ഇമാമികളുടെ കാലത്ത് ഇങ്ങനെ പ്രത്യേക പേരുകളിലായി ഉസൂൽ ഹദീസോ ഉസൂൽ തഫ്സീറോ അങ്ങനെ വേർതിരിച്ചിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. ഉസൂലിയായിട്ടുള്ള ഇൽമുകൾ മൊത്തത്തിൽ ഉസൂലുൽ ഫിഖ്ഹിന്റെ കീഴിലായിക്കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. അതായത് ഇന്നിപ്പോ ഉസൂൽ തഫ്സീർ ഉസൂൽ ഹദീസ് അങ്ങനെ വേർതിരിച്ച് പറയുന്നുണ്ടല്ലോ, അതിനെല്ലാം ഉസൂലുൽ ഫിഖ്ഹ് എന്നതിന്റെ ഉള്ളിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമാം ശാഫിഈ റഹിമഹുല്ലാ, ഹിജ്റ 204 മരണപ്പെട്ട ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അർ റിസാല എന്നറിയപ്പെട്ട ഉസൂലുൽ ഫിഖ്ഹിന്റെ കിതാബിൽ ചില ഉസൂൽ ഹദീസിന്റെ മുസ്തലഹാത്തുകൾ, ചില നിയമങ്ങൾ, ചില പദപ്രയോഗങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ പിൽക്കാലത്ത് ഇമാം ബുഖാരിയുടെ ഷെയ്ഖായിട്ടുള്ള അൽ ഹുമൈദി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അദ്ദേഹത്തിന്റെ ജുസ് എന്ന് പറയുന്ന കിതാബിൽ ചില കാര്യങ്ങൾ ഹദീസുമായി ബന്ധപ്പെട്ട് ഉസൂൽ ഹദീസുമായി ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിന്റെ മുഖദ്ദിമയിൽ ഈ ഉസൂൽ ഹദീസിന്റെ ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ റിസാലത്തുഹു ഇലാഹിൽ മക്ക എന്നുള്ള റിസാലയിൽ അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇമാം തിർമിദിയുടെ അൽ ഇലൽ എന്ന് പറയുന്ന ഇബ്നു റജബ് അൽ ഹംബലി ശർഹ് ചെയ്തിട്ടുള്ള കിതാബാണ്. അതിൽ ഈ ഒരു ഫന്നിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യകാലത്ത് മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ ഉസൂൽ ഫിഖ്ഹിന്റെ കിതാബുകളിലും പിന്നീട് ഹദീസിന്റെ പണ്ഡിതന്മാരുടെ ചില കിതാബുകളിലും ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാരുടെ കിതാബിലും ഈ ഒരു ഫന്നിന്റെ പദപ്രയോഗങ്ങൾ വെച്ചിട്ടുണ്ട്. പിൽക്കാലത്താണ് ഈ ഒരു പേരിലായിക്കൊണ്ട്, ഫന്ന് എന്ന് പറഞ്ഞ ശാഖ എന്നാട്ടോ ഉദ്ദേശം, പഠനശാഖ മേഖല എന്നുള്ള ഉദ്ദേശമാണ്.
ഈ ഒരു ഫന്ന് അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ കുറിച്ച് മാത്രം കിതാബുകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരു ഇൽമ് അല്ലെങ്കിൽ ഈ ഒരു ഫന്നിനെ ക്രോഡീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ ഇത് ആവശ്യമാണ് എന്ന് വരാനുള്ള സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇൽമിനെ, ഈ ഒരു ഫന്നിനെ, ഈ ഒരു മേഖലയെ പണ്ഡിതന്മാർ ഇത്ര പ്രാധാന്യത്തോടു കൂടി എടുത്തു പറഞ്ഞത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില പണ്ഡിതന്മാരോട് ഈമാനിൽ യഖീൻ ഉണ്ടാകാൻ എന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ഉസൂൽ ഹദീസ് പഠിക്കണം എന്ന്. ഈമാനിൽ യഖീൻ ഉണ്ടാകാൻ ഏത് ഇൽമാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഫന്നാണ് പഠിക്കേണ്ടത് ചോദിച്ചപ്പോൾ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം ഉസൂൽ ഹദീസ് പഠിക്കണം എന്ന്. സത്യത്തിൽ ഉസൂൽ ഹദീസിന്റെ ഉപയോഗം ഇന്ന് വളരെ കുറവാണ്. കാരണം എന്താണ്? നമ്മുടെ മുൻഗാമികളായിട്ട് പണ്ഡിതന്മാർ ചെയ്തു വെച്ച ഒരുപാട് ഖിദ്മാത്തുകൾ കൊണ്ട് ഹദീസുകളെ കൃത്യമായി സഹീഹും വഈഫും ഓരോ ഇനമായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹദീസിനെ ഇന്ന് നമ്മൾ ഗവേഷണം ചെയ്ത് അത് സഹീഹാണോ വഈഫാണോ എന്ന് പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം ഇന്നില്ല എന്ന് തന്നെ പറയാം. എന്തെങ്കിലും ഖിലാഫുള്ള ഒരു ഹദീസിൽ നമുക്ക് ആ ഒരു ഇൽമുണ്ട് എങ്കിൽ പരിശോധിക്കാമെന്ന് മാത്രം. അത്രത്തോളം ആ മേഖലയിൽ ഖിദ്മാത്തുകൾ നടന്നിട്ടുണ്ട്, അതായത് സേവനങ്ങൾ നടന്നിട്ടുണ്ട് പണ്ഡിതന്മാരുടെ. പക്ഷേ ഈ ഒരു ഇൽമു കൊണ്ട് നമുക്ക് നേടുന്ന വലിയൊരു നേട്ടം, നമ്മുടെ ഈമാനിൽ വലിയൊരു യഖീൻ ഉണ്ടാകും. നമുക്ക് ഹദീസിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചുമെല്ലാം വലിയൊരു ദൃഢത കൈവരിക്കാൻ സാധിക്കും, ഒരു ഉൾക്കാഴ്ച ലഭിക്കും. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഉസൂൽ ഹദീസ് പഠിക്കണം എന്ന് പറയുന്നത്? കാരണം ദീന് നിലനിൽക്കുന്നത് തന്നെ ഈ സനദിന്റെ മേലെയാണ്. കാരണം സഹീഹായ സനദിന്റെ മേലെയാണ്. ഹദീസ് ഇല്ലാതെ ദീനില്ല, ഹദീസ് ഇല്ലാതെ ഖുർആനെ മനസ്സിലാക്കാൻ സാധിക്കൂല, ഹദീസ് ഇല്ലാതെ മറ്റൊരു മേഖലയും ദീനിന്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല, നമുക്ക് നിസ്കരിക്കാൻ സാധിക്കൂല, നോമ്പ് വെൽക്കാൻ സാധിക്കൂല, ഒന്നും സാധിക്കൂല. എല്ലാത്തിനും ഹദീസ് വേണം. അപ്പൊ ഈ ഹദീസ്, നമ്മൾ കേൾക്കുന്ന ഹദീസ് അത് ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ദൃഢബോധ്യം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ദീനിൽ വളരെയധികം ഒരു യഖീൻ നേടിത്തരുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഹദീസ് ഈമാൻ വർദ്ധിക്കാൻ ഉപകരിക്കുന്ന ഹദീസ് പറയുമ്പോൾ അവർ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലെ ആദ്യം ചാരി ഇരുന്നുകൊണ്ട് ഖുത്ബ നിർവഹിക്കാറുണ്ടായിരുന്ന ഈന്തപ്പനത്തടി കരഞ്ഞ ഹദീസ്, അറിയപ്പെട്ടൊരു ഹദീസാണത്. ഈന്തപ്പനത്തടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് മിമ്പർ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ്, 3 പടികളിലായി മിമ്പർ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിക്കാറ് ഒരു ഈന്തപ്പനത്തടിയിൽ ചാരി ഇരുന്നുകൊണ്ടാണ്. അങ്ങനെ മിമ്പർ നിർമ്മിച്ച് കിട്ടിയപ്പോൾ ആ ഈന്തപ്പനത്തടി മാറ്റിവെച്ചു. അങ്ങനെ ആദ്യമായി ഖുത്ബ പറയാൻ വേണ്ടി മിമ്പറിന്റെ മേലെ കയറിയപ്പോഴാണ് ആ ഈന്തപ്പനത്തടി കരയുന്നത്. അത് ആ മസ്ജിദിൽ എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ ഹദീസ് മുതവാത്തിറായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടതാണ്. മുതവാത്തിറായ ഹദീസാണ്. മുതവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ കളവിൽ യോജിക്കാത്ത വിധം, ഒന്നുകൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, വലിയ ഒരു സംഘം ആളുകൾ ഓരോ തൊബക്കയിലും, ഒരു 5-6 തൊബക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബി, താബിഈ, തബഉ താബിഈ, അതിന് താഴെയുള്ളത് പിന്നെ മുഹദ്ദിസ്, അത് ഉദ്ധരിച്ച ആള്, ഈ ഓരോ തൊബക്കയിലും അത്രത്തോളം ആളുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരിക്കലും എന്താവൂല, കളവാവൂല. ഒരു ഈന്തപ്പനത്തിന് കരഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിച്ചപ്പോ അത് ആ കരച്ചിൽ നിർത്തി എന്നുള്ളത് ഒരിക്കലും കളവാകൂല. അത്രയും ദൃഢബോധ്യമുള്ള മുതവാത്തിറായ സനദുള്ള ഒരു റിവായത്താണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് ഒരു മുഅ്ജിസത്തോടെ നടക്കുകയാണ്. അതിൽ നമുക്ക് ദൃഢബോധ്യം വരികയാണ്. അത് നമ്മുടെ ഈമാനിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അങ്ങനെ പല മേഖലകളിൽ ഈ ഒരു ഇൽമ് പഠിക്കുക എന്നുള്ളത് നമുക്ക് ഈമാനിൽ വലിയ ദൃഢത ഉണ്ടാക്കും. രണ്ടാമത്തൊരു കാര്യം, ഈ ഇൽമ് പഠിക്കുന്നത് കൊണ്ടുള്ള വലിയൊരു നേട്ടം, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ധാരാളം ശുബ്ഹത്തുകൾക്ക് മറുപടി നൽകാൻ സാധിക്കും. അതായത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും, ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ അല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് പിഴച്ചുപോയ ആളുകൾ അവരാദ്യം കൊണ്ടുവന്നിട്ടുള്ള കാര്യം ഹദീസിനെ നിഷേധിക്കലായിരിക്കും. ദീനിന്റെ യഥാർത്ഥ മൻഹജിൽ നിന്ന് പിഴച്ചുപോയ ആളുകൾ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഹദീസിനെ നിഷേധിക്കലായിരിക്കും, ഹദീസിൽ സംശയം ഉണ്ടാക്കലായിരിക്കും. ഈ ഹദീസ് ഇതെങ്ങനെ ശരിയാവുക, ഇത് വിശ്വാസയോഗ്യമല്ലല്ലോ, ഇതിനെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇത് ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞ് ശുഭത്തുണ്ടാക്കും. അങ്ങനെ പറഞ്ഞ് അതിൽ വീഴുന്ന ആളുകൾ ആദ്യം ഹദീസ് നിഷേധിക്കും, പിന്നെ അവരുടെ ആ നിഷേധം ഖുർആനെ നിഷേധിക്കുന്നതിലേക്ക് എത്തും. എത്രയോ ആളുകൾ അങ്ങനെ പോയിട്ടുണ്ട്, എത്ര ആളുകൾ അങ്ങനെ പഴച്ചു പോയിട്ടുണ്ട്. ദീനിൽ ആളുകൾ പഴച്ചു പോകാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണമാണ് ഹദീസിനെ നിഷേധിക്കുക എന്നുള്ളത്. ആ ഹദീസിനെ നിഷേധിക്കേണ്ടി വരുന്നത് ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണ് എന്ന് പറയുമ്പോൾ
ഇത്രത്തോളം പഠനവും ഗവേഷണത്തിന് ശേഷമാണ് ഇത് സ്വീകാര്യോഗ്യമായിട്ടുള്ളത് എന്നൊരാൾക്ക് അറിയാത്തോണ്ടാണ്. അതായത് നമുക്കറിയില്ല, നമുക്കൊരു ഹദീസ് സ്വഹീഹാന്ന് നിൽക്കുമ്പോൾ ആ സ്വഹീഹാണ്. എങ്ങനെ ഒരു ഹദീസ് സ്വഹീഹാവണത്? അതിന് എന്തെല്ലാം നിബന്ധനകളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് സ്വഹീഹായിട്ടുള്ളത്, എങ്ങനെയാണ് അത് സ്വീകാര്യോഗ്യമാകും? ഇന്നത് വഈഫാണെന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ദുർബലമായത്, എന്ത് കാരണം കൊണ്ടാണ് ദുർബലമായത്, ഏത് തരത്തിലുള്ള ദുർബലതയാണ് അതിനുള്ളത്, അങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ടി വരും. ഇതൊരു അടിസ്ഥാനം. പിന്നെ ഓരോ മസ്അലയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആഴത്തിലുള്ള ഒരു ബോധം ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. ഇങ്ങനെ ധാരാളം നേട്ടങ്ങൾ ഈ ഒരു ഇൽമ് പഠിക്കുന്നതിലൂടെ ഉണ്ട്. തീർച്ചയായും ഞാൻ പറയുന്നു, സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ആഴത്തിൽ മനസ്സിലാക്കുക, ഇത് ആഴത്തിൽ പഠിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അറബി ഭാഷ അറിയാതെ ഉസൂലിയായ ഇൽമ് ആഴത്തിൽ പഠിക്കാൻ സാധിക്കും. എന്നാൽ അതേസമയം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഒന്ന് ചെറിയ രീതിയിൽ എഴുതിയെടുത്തു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? ഇന്നതാണ് എന്നുള്ളൊരു ധാരണ നമുക്ക് ലഭിക്കും. അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ദർസുകൊണ്ട് അത്രയാണ്. പിന്നെ എടുക്കുമ്പോൾ ഞാനും ഉദ്ദേശിക്കുന്ന ആ കാര്യമുള്ളൂ. ആഴത്തിലുള്ള ഒരു പഠനമോ അല്ലെങ്കിൽ ഉസൂൽ ഹദീസിന്റെ എല്ലാ മേഖലയും ബന്ധപ്പെടുത്തിക്കൊണ്ട് എടുക്കാനോ ഉദ്ദേശിക്കുന്നില്ല. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ആ തരത്തിലെ എടുക്കാനും ഉദ്ദേശിക്കുന്നുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ പറയാൻ വന്നത് ഈ ഒരു ഫന്നിനെ ക്രോഡീകരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? ചില ആയത്തുകളാണ് പണ്ഡിതന്മാർ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് എടുത്തു പറയാറുള്ളത്. ഒന്നാമത്തെ ഒരു ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ, ഏതെങ്കിലും ഫാസിഖായിട്ടുള്ള ഒരാൾ ഒരു വാർത്ത കൊണ്ട് വരികയാണെങ്കിൽ, ഒരു കാര്യം അറിയിപ്പുമായിട്ട് വരികയാണെങ്കിൽ, ഫതബയ്യനൂ, നിങ്ങൾ അതിനെന്ത് ചെയ്യണം? വ്യക്തമാക്കണം, അത് സ്ഥിരപ്പെടുത്തണം. ചില വായത്തിൽ അതിനെ സ്ഥിരപ്പെടുത്തണം എന്നുള്ള ആശയത്തിൽ കാണാം. അത് ശരിയാണോ, അത് സത്യമാണോ നിങ്ങൾ ഉറപ്പിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ആയത്താണ്. ഉസൂൽ ഹദീസിന്റെ അടിസ്ഥാനമാണ് ഈ ആയത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. കാരണം എന്താണ്? ഒരു ഹദീസ് ഇന്നാൾ പറയുമ്പോൾ ഇത് ഹദീസ് തന്നെയാണോ, ഇത് ശരിയാണോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തുന്ന ഒരു കണ്ണിയുണ്ടോ, ഇയാൾ എവിടുന്ന് കേട്ടു, ഇയാൾ കേട്ട ആൾ എവിടുന്ന് കേട്ടു, അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ഉറപ്പ് അവിടെ ഉറപ്പിക്കണം. എന്നാലേ ആ കാര്യം ശരിയാണോ അല്ലയോ ഒന്ന് സ്ഥിരപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഈ ഒരു ആയത്ത് അതിന്റെ അടിസ്ഥാനമാണ്. ഇതേ ആശയത്തിലുള്ള മറ്റൊരായത്താണ് സൂറത്തുൻ നിസായിലെ 83-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി, അവരിലേക്ക് എന്ത് വന്നാൽ, നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ ഒരു വാർത്തയോ അല്ലെങ്കിൽ യുദ്ധത്തിനെ കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയോ കേട്ടാൽ അവരത് ആളുകളെ വിളിച്ചറിയിക്കുന്നു. വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അത് റസൂലിലേക്കോ അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ആളുകളിലേക്കോ മടക്കുകയാണ് എങ്കിൽ അതിന്റെ സത്യാവസ്ഥ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുമായിരുന്നു എന്നുള്ളത്. അതാ കേട്ടതൊക്കെ വിളിച്ചു പറയുക എന്നുള്ളതല്ല, ഇത് ശരിയാണോ, ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. അപ്പൊ ഇങ്ങനെയുള്ള ആയത്തുകൾ ഈ ഒരു ഇൽമ് ക്രോഡീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ ഈ ഇൽമിന് പ്രാധാന്യം കൊടുക്കാൻ പണ്ഡിതന്മാർ എടുത്തിട്ടുണ്ട്. മറ്റു ചില ഹദീസുകളും ഇതിന് പ്രോത്സാഹനമേകിയിട്ടുണ്ട്. അതിലൊരു ഹദീസാണ് ഇമാം തിർമിദി, ഇബ്നു മാജ എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള, നദ്ദറല്ലാഹു ഇംറൻ സമിഅ മിന്നാ ഹദീസൻ ഫഹഫിളഹു ഹത്താ യബ്ലുഗഹു ഗൈറഹു ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നിൽ നിന്നൊരു ഹദീസ് കേട്ട് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവന്റെ മുഖം അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ, അല്ലെങ്കിൽ അല്ലാഹു തആല അവന് ആ നിലക്കുള്ള ഒരു സ്ഥാനം നൽകട്ടെ. കാരണം പല ആളുകളും, എത്തിക്കപ്പെട്ട ആളുകൾ, അവരെന്തായിരിക്കും, നേരിട്ട് കേട്ടവരെക്കാൾ അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്ന ആളുകളായി തീരാം. അപ്പൊ ഹദീസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ, ആ മേഖല പഠിക്കാൻ ഈ ഹദീസ് തെളിവായി എടുക്കാറുണ്ട്. മറ്റൊരു ഹദീസ്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ ഉദ്ധരിക്കുക, കേട്ടതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മതി ഒരാൾക്ക് എന്താകാൻ, അവൻ കളവ് പറഞ്ഞവനാകാൻ, അവനിൽ കളവ് സംഭവിച്ചവനാകാൻ എന്നുള്ള ഹദീസ്. മറ്റൊരു ഹദീസാണ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖ്അദഹു മിനൻ നാർ. മുതവാത്തിറായ ഒരു ഹദീസാണ്. അഥവാ ആരാണോ എന്റെ മേലെ അറിഞ്ഞുകൊണ്ട് കളവ് പറയുന്നത് അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന രീതിയിൽ. ഈ തരത്തിൽ വേറൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും എന്നിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്, അവനത് കളവാണെന്നറിയാം, എന്നിട്ടും അത് ഉദ്ധരിക്കുകയാണെങ്കിൽ അവനും കള്ളനാണ് എന്ന്
കളവ് പറയുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ഹദീസുകളും ഇങ്ങനെയുള്ള ആയത്തുകളുമെല്ലാം ഈ ഒരു ഇൽമിനെ ക്രോഡീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഇൽമിനെ പഠിപ്പിക്കപ്പെടാൻ പ്രധാനമായും തെളിവായിട്ടുള്ളതാണ്. ഇനി ആദ്യമായി ഒരു ഹദീസിനെ സ്ഥിരപ്പെടുത്തണം എന്ന് ഒരു അഭിപ്രായം കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ അത് ചെയ്തത് ആരാണ്? മുഹമ്മദ് ദഹബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഒരു ഹദീസ് അത് സ്ഥിരപ്പെടുത്തണം, അതിനൊരു തെളിവ് വേണം, അതിനൊരു ഉറപ്പുണ്ടാവണം എന്നുള്ളത് ആദ്യമായി പറഞ്ഞത് ആരാണ് എന്നുള്ളതിന് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുന്നത് കാണാം. ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം കാണാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, യഖൂലു കുന്നാ ഫീ മജ്ലിസിൻ ഇൻദ ഉബയ്യ് ഇബ്നു കഅബ്, ഞങ്ങൾ ഒരു സദസ്സിലായിരുന്നു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പമുള്ള സദസ്സിൽ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരു സദസ്സിലാണ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ഫാത അബൂ മുസൽ അശ്അരി മുഗ്ദബൻ, അപ്പൊ ആ സമയത്ത് ആ സദസ്സിലേക്ക് അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു വളരെയധികം ഒരു ദേഷ്യപ്പെട്ട അവസ്ഥയിൽ വന്നു. ഹത്താ വഖഫ, അങ്ങനെ ആ സദസ്സിൽ വന്നു നിന്നിട്ട് ഫഖാല, എന്നിട്ട് പറഞ്ഞു, അൻഷുദുക്കുമുല്ലാഹ് ഹൽ സമിഅ അഹദും മിൻകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്ന് ചോദിച്ചു. ഞാൻ അല്ലാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അലിസ്തിദാനു സലാസൻ ഫഇൻ ഉദിന ലക് വഇല്ലാ ഫർജി', അനുവാദം ചോദിക്കേണ്ടത് മൂന്ന് തവണയാണ് അനുവാദം ചോദിക്കേണ്ടത്. അതിൽ അനുവാദം ലഭിച്ചാൽ നിങ്ങൾക്ക് പ്രവേശിക്കാം ഒരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ആരും വന്ന് ചോദിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്. ഖാല ഉബയ്യുൻ, അബൂ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ ദാക, എന്താ ഈ ഹദീസ് ചോദിക്കാനുള്ള കാരണം, എന്താ സംഭവം, എന്താ കാര്യം ചോദിച്ചു. അപ്പോ അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ഇസ്തഅദൻതു അലാ ഉമർ ഇബ്നുൽ ഖത്താബ് അംസി 3 മററാത്തിൻ, ഇന്നലെ ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് 3 തവണ അനുവാദം ചോദിച്ചു. 3 തവണ അനുവാദം ചോദിച്ചു. ഫലം യുഅ്ദൻ ലി, എനിക്ക് അനുവാദം തന്നില്ല, പ്രവേശിക്കാൻ വേണ്ടി അനുവാദം തന്നില്ല. അന്ന് ബെല്ലോ മറ്റൊന്നുമില്ലല്ലോ, അനുവാദം തന്നില്ല. ഫറജഅതു, ഞാൻ തിരിച്ചു പോന്നു. സുമ്മ ജിഅ്തുഹു അൽ-യൗമ, ഞാൻ ഇന്ന് പോയി. ഫദഖൽതു അലൈഹി, എന്നിട്ട് ഞാൻ അപ്പോൾ അനുവാദം കിട്ടി, ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് പ്രവേശിച്ചു. ഫഅഖ്ബർതുഹു, എന്നിട്ട് ഞാൻ ഉമർ റളിയല്ലാഹുവിനെ അറിയിച്ചു, അന്നി ജിഅ്തു അംസി ഫസല്ലംതു 3, ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, 3 തവണ ഞാൻ പുറത്തുനിന്ന് സലാം പറഞ്ഞു. ഫമൻ സറഫ്തു, എന്നിട്ട് ഞാൻ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് എന്ന് ഉമർ റളിയല്ലാഹുവിനെ അറിയിച്ചു എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഖദ് സമിഅനാക, ഞങ്ങൾ നിങ്ങളെ കേട്ടിരുന്നു, നിങ്ങൾ സലാം പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. വനഹ്നു ഹീനഇദിൻ അലാ ശുഗ്ലിൻ, പക്ഷേ ഞങ്ങൾ വേറെന്തോ തിരക്കിലായിരുന്നു, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾ വേറെന്തോ തിരക്കിലായിരുന്നു. ഫലൗ മസ്തഅദൻത ഹത്താ യുഅ്ദന ലക, നിങ്ങൾക്ക് വീണ്ടും അനുവാദം ചോദിക്കാറുന്നില്ലേ, ഞാൻ അനുവാദം തരുന്നത് വരെ വീണ്ടും അനുവാദം ചോദിക്കാറുന്നില്ലേ എന്ന് ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. 3 തവണ അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല, അപ്പൊ തിരിച്ചു പോയതാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 തവണ ഞങ്ങൾ കേട്ടു, തിരക്കിലായിരുന്നു, അതുകൊണ്ട് മറുപടി പറയാൻ പറ്റിയില്ല, നിങ്ങൾക്ക് കുറച്ചു നേരം കൂടി അവിടെ അനുവാദം ചോദിക്കായിരുന്നില്ലേ, അപ്പൊ ഞങ്ങൾ അനുവാദം നൽകുമായിരുന്നല്ലോ എന്ന് നിലക്ക് പറഞ്ഞു. അപ്പൊ അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇസ്തഅദൻതു കമാ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അതുപോലെയാണ് അനുവാദം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്? 3 തവണ അനുവാദം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അത് പറഞ്ഞു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ പറഞ്ഞു, ഖാല ഫവല്ലാഹി ലഊജിഅന്ന ദഹ്റക വബത്നക, അല്ലാഹു ആണ് നിങ്ങളുടെ മുതുകിലും വയറ്റിലും ഞാൻ വേദനിപ്പിക്കും, അഥവാ ശിക്ഷ ഉണ്ടാവും എന്ന നിലക്ക് പറയാണ്. എന്നിട്ട് പറയാണ്, ഔലതഅതിയന്ന ബിമൻ യശ്ഹദു ലക അലാ ഹാദാ, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് ഒരു സാക്ഷിയെ കൂടി നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് കേട്ടിട്ടില്ല, ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം 3 തവണ ചോദിച്ചാൽ മതി എന്നുള്ള ഹദീസ് കേട്ടിട്ടില്ല. അപ്പൊ അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന് വേറൊരാളെ സാക്ഷിയായി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്തായാലും എനിക്കിന്റെ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആര് വരുന്നത്? അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ അടുക്കിലേക്ക് വരുന്നത്. ഫഖാല ഉബയ്യ് ഇബ്നു കഅബ്, അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി ലാ യഖൂം മഅക ഇല്ലാ ഹദഥനാ സിന്നൻ ഖും യാ അബാ സഈദ്, എന്നിട്ട് പറഞ്ഞു, ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ വരെ എന്ത് ചെയ്യും,
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് വന്നിട്ട് പറഞ്ഞിട്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പോയി. ഫഖുംതു ഹത്താ അതൈതു ഉമറ ഫഖുൽതു ഖദ് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹാദാ. എന്നിട്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി എന്ത് ചെയ്യണത്, ഇങ്ങനെ 3 തവണ അനുവാദം ചോദിച്ചാൽ മതി എന്നുള്ളത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പോയി പറയാണ്. അപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ട് യഥാർത്ഥത്തിൽ സഹാബികളെല്ലാം അദൂലുകളാണ്, അവരെ റിവായത്ത് സ്വീകാര്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ദഹബി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, ഹുവല്ലദീ സന്ന ലിൽ മുഹദ്ദിസീന അത്തസബ്ബുത് ഫി നഖൽ. ഉമർ റളിയല്ലാഹു അൻഹു ആണ് മുഹദ്ദിസീങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഹദീസിനെ സ്ഥിരപ്പെടുത്തണം എന്ന കാര്യം പഠിപ്പിച്ചത് ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഈ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അപ്പോ ആ സ്വഹാബികളുടെ കാലത്ത് തന്നെ ഇതിനൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. ഒരു ഹദീസ് കേൾക്കുമ്പോൾ അത് എന്തായാലും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം എല്ലാ ഹദീസും എല്ലാ സ്വഹാബികളും കേട്ടിട്ടുണ്ടാവില്ല, പല ഹദീസുകൾ പല സ്വഹാബികൾ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്ഥിരപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വഹാബികൾ തന്നെ ഹദീസ് ഉദ്ധരിക്കുന്നതിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തിയിരുന്നു. അതായത് തന്നിൽ നിന്ന് ഒരു അബദ്ധം സംഭവിക്കരുത്, വേറെ ആരെങ്കിലും ഹദീസ് പറയാനുണ്ട് എങ്കിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരു മേഖല കൂടിയാണത്. പ്രത്യേകിച്ച് ദീനിന്റെ കാര്യങ്ങൾ ഇന്ന് കാലത്ത് ആളുകൾക്ക് വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചിലപ്പോ അറിയാത്ത കാര്യങ്ങളായിരിക്കും, ചില ആളുകൾക്ക് അറിയാത്ത കാര്യമായിരിക്കും, വലിയ മസലകളായിരിക്കും. പക്ഷേ അവർ ആ വിഷയത്തിൽ ഫത്വ പറയാനും അവരുടെ അഭിപ്രായം പറയാനും യാതൊരു മടിയില്ലാതെ ഇറങ്ങിത്തിരിക്കുന്നത് കാണാം. ഒരു അസർ നോക്കൂ, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. താബിഈ ആയിട്ടുള്ള അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഇബ്നു മുബാറക് അദ്ദേഹത്തിന്റെ സുഹുദിലും ഇബ്നു അബ്ദുൽ ബർ അതുപോലെ പലരും ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്താണ്. അദ്ദേഹം പറയാണ്, അദ്റക്തു 20 വ 100 മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ 120ഓളം ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. 120ഓളം ആളുകളെ കണ്ടിട്ടുണ്ട്. ഫിൽ മസ്ജിദിൽ വെച്ച് ഫമാ കാന മിൻഹും മുഹദ്ദിസുൻ ഇല്ലാ വദ്ദ അന്ന അഖാഹു കഫാഹുൽ ഹദീസ്. അവരിൽ ഒരാളും എടുത്തു ചാടി എന്ത് ചെയ്യാറില്ല, ഒരു ഹദീസ് ഉദ്ധരിക്കാറില്ല. അവർ പറയാൻ ഉദ്ദേശിക്കുന്നതിന് വേറൊരാൾ പറയുന്നുണ്ടെങ്കിൽ അവരത് മിണ്ടാതിരിക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് വേറൊരാളെ ഹദീസ് പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ടെ എന്ന നിലക്ക് മിണ്ടാതിരിക്കുകയാണ് ചെയ്യാറുള്ളത്. വലാ മുഫ്തിൻ ഇല്ലാ വദ്ദ അന്ന അഖാഹു കഫാഹുൽ ഫുതിയ. ഒരാളും മുഫ്തിയാകാറില്ല, തന്റെ സഹോദരൻ അവിടെ ഉണ്ടെങ്കിൽ അയാൾ ഫത്വ കൊടുത്തോട്ടെ എന്ന നിലക്ക് മിണ്ടാതിരിക്കാറേ ഉള്ളൂ. അതായത് സഹാബികൾ 3 ആൾക്കാരുണ്ട് വിചാരിക്കുക, അപ്പൊ ഒരാൾ എടുത്തു ചാടി എന്ത് ചെയ്യാറില്ല, ഫത്വ കൊടുക്കാൻ നിൽക്കാറില്ല. അപ്പുറത്തൊരാളുണ്ടെങ്കിൽ അയാൾ കൊടുത്തോട്ടെ എന്ന് നിലക്കുള്ളൂ. ഇന്ന് കാലത്ത് എല്ലാവർക്കും ഫത്വ കൊടുക്കാം, ആർക്കും യാതൊരു ഭയവും ഇല്ലാതെ ഏതൊരു മസലയിലും ഒരു അടിസ്ഥാനം പോലും അറിയാതെ തന്നെ ആളുകൾ ഫത്വ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷെ സ്വഹാബികൾ പല സംഭവങ്ങൾ കാണാൻ സാധിക്കും. വേറൊരു സ്വഹാബി ഉണ്ടെങ്കിൽ ആ സ്വഹാബിയോട് പോയി ചോദിച്ചോളാൻ പറയും. കാരണം ഒരാളോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ട അവർ സ്വന്തം തടി രക്ഷപ്പെടുത്താനാ നോക്കുക. ചോദിച്ചവന്റെ ചോദ്യത്തിന് ഉത്തരം അയാളുടെ പ്രശ്നം തീർത്തു കൊടുക്കാനല്ല, സ്വന്തം തടി രക്ഷപ്പെടുത്താനാ നോക്കുക. കാരണം അതിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ ദീനിന്റെ കാര്യമാണ്, ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് വളരെയധികം സൂക്ഷ്മത സ്വഹാബികളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാണ് ഈ ഒരു മേഖലയിൽ ഇത്രയധികം ശ്രദ്ധ കൊടുക്കണമെന്നുള്ളത് വന്നത്? സ്വഹാബിയുടെ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ തന്നെ ഒരുപാട് ഫിത്നകൾ ഇസ്ലാമിക ലോകത്തുണ്ടായി. സ്വഹാബികളുടെ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ തന്നെ ആരൊക്കെ വന്നു? ഖവാരിജുകൾ പുറപ്പെട്ടു. അതുപോലെ തന്നെ ഖദരിയാക്കൾ ഉണ്ടായി. അതുപോലെ തന്നെ ഷിഈ വിഭാഗത്തിന്റെ പല ആളുകളും ഉണ്ടായിട്ടുണ്ട്, പല പഴച്ച വിഭാഗങ്ങളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങൾ അവരുടെ വാദത്തെ ശരിപ്പെടുത്താൻ വേണ്ടി, അവരുടെ വാദമാണ് അല്ലെങ്കിൽ അവർ പറയുന്ന വിശ്വാസമാണ് ശരി എന്ന് പറയാൻ വേണ്ടി ഇല്ലാത്ത ഹദീസുകളെ ഉണ്ടാക്കി പറയാൻ തുടങ്ങി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നാ കുന്നാ സമിഅനാ റജുലൻ യഖൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്തദറതുഹു അബ്സാറുനാ വഅസ്ഗൈനാ ഇലൈഹി ബിആദാനിനാ. ആരെങ്കിലും ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാലത്ത് ഞങ്ങൾ വേഗം ഓടിപ്പോയി അത് കേൾക്കുമായിരുന്നു, ശ്രദ്ധിച്ചത് കേൾക്കുമായിരുന്നു. ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടായിരുന്നു. ഫലമ്മാ റകിബൻ നാസു ഇസ്തഅബ വദ്ദുലൂൽ ലം നഖുദ് മിനൻ നാസ് ഇല്ലാ മാ നഅരിഫ്. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളിൽ നിന്ന് മാത്രമായി ഞങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത്.
ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളിൽ നിന്ന് മാത്രമായി സ്വീകരിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഫിത്നകൾ വർദ്ധിച്ച കാലഘട്ടത്തിലാണ് പിന്നീട് എന്ത് ചോദിക്കാൻ തുടങ്ങിയത്? നിനക്ക് എവിടുന്ന് അത് കിട്ടിയത്? കാരണം റാഫിദികൾ പറയും അവരുടെ വിശ്വാസത്തിന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട്, ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അഹ്ലുബൈത്തുമായി ബന്ധപ്പെട്ട്, റാഫിദിയായ ആളുകളിൽ നിന്ന് അഹ്ലുബൈത്തിന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുന്ന മേഖലയുണ്ട്. പക്ഷേ അവരുടെ ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അവരിന്ന് എന്ത് ചെയ്യില്ല, സ്വീകരിക്കൂല. അതുപോലെ തന്നെ ഖദരിയാക്കൾ അവരുടെ വിശ്വാസത്തിനെ ശക്തിപ്പെടുത്തുന്ന ഓരോ പഴച്ച വിഭാഗങ്ങളും ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് സനദുകളെ കുറിച്ച് കൂടുതൽ പരിശോധിക്കാൻ തുടങ്ങിയത്. എവിടുന്നാണ് നീ കേട്ടത്? നിനക്ക് ആരാണ് പറഞ്ഞു തന്നത്? അവൻ ആരാണ് പറഞ്ഞു തന്നത്? അല്ലെങ്കിൽ അയാൾ ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാണോ എന്ന നിലക്ക്. അങ്ങനെയാണ് ഹദീസിന്റെ മേഖലയിൽ ഈ ജർഹ് വ തഅദീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സലഫികൾ ധാരാളം കേൾക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിന്റെ മേഖലയിലുള്ള ഒരു പഠനമാണ്. അത് അധികം ആൾക്കാർക്കും അറിയില്ല. അധികം ആൾക്കാർക്കും ജർഹ് വ തഅദീൽ എന്ന് പറഞ്ഞാൽ ഉസൂൽ ഹദീസിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കാരണം ഒരു റാവി ജർഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവേൽപ്പിക്കുക എന്നാണ് ഭാഷാപരമായുള്ള അർത്ഥം. ഉദ്ദേശം അയാൾ തള്ളപ്പെടേണ്ടതാണ്, അയാൾ റിവായത്ത് സ്വീകരിക്കാൻ പാടില്ല എന്ന നിലക്ക് ആക്ഷേപം പറയുന്ന അല്ലെങ്കിൽ അയാൾ ശരിയല്ല എന്ന് പറയുന്നതിനാണ് ജർഹ് എന്ന് പറയുന്നത്. തഅദീൽ എന്ന് പറഞ്ഞാൽ അയാൾ അദാലത്തുള്ള ആളാണ്, അയാൾ സ്വീകാര്യോഗ്യനാണെന്ന് പറയുന്നതിന്. ഇത് ഹദീസ് സ്വീകരിക്കുമ്പോൾ ആ റാവിമാർ, ആ സനദിലുള്ള ആളുകൾ, അവർ ജർഹ് തഅദീലിന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ ഇയാൾ ജർഹ് ചെയ്യപ്പെടേണ്ട ആളാണോ, തഅദീൽ അദാലത്തുള്ള ആളാണോ എന്ന് പറയുന്ന ഇൽമാണ്. ഇയാൾ സ്വീകാര്യോഗ്യനാണോ, ഇയാൾ റിവായത്ത് സ്വീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇയാൾ കളവ് പറയുന്ന ആളാണോ, അല്ലെങ്കിൽ ഇയാൾ വൃത്തികേടുകൾ പ്രവർത്തിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഇയാൾക്ക് മറവി സംഭവിക്കുന്ന ആളാണോ, ആ നിലക്കുള്ള ആളെ മനസ്സിലാക്കുന്നതിനാണ്. അതിന് ചില അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മേഖല അതിന്റെ ഭാഗമാണ്. പക്ഷെ അധികം ആളുകൾക്കും ഇന്ന് ജർഹ് തഅദീൽ എന്ന് പറഞ്ഞു കേൾക്കാന്നല്ലാതെ ഇത് ഉസൂൽ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് അറിയില്ല. ഇതെന്താണ് ഇതിന്റെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനം, അത് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അതിനെ കുറിച്ച് അറിയില്ല. ഈ ഒരു മേഖലയിൽ വളരെയധികം ഖിദ്മത്തുകൾ ചെയ്ത, സേവനം ചെയ്ത തബഈയാണ് മുഹമ്മദ് ഇബ്നു സിരീൻ. അദ്ദേഹം ഈ മേഖലയിൽ പറഞ്ഞ വലിയൊരു വാക്കാണ് ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. ഈ ഇൽമ എന്ന് പറഞ്ഞാൽ ദീനാണ്, അഥവാ ഈ ഹദീസുകളെല്ലാം ദീനാണ്. ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും. നിങ്ങൾ നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം ആരിൽ നിന്നാണ് നിങ്ങൾ ദീന് സ്വീകരിക്കുന്നത്. കാരണം അത്രയധികം ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ വാദം ശരിപ്പെടുത്താൻ വേണ്ടി പിഴച്ച വിശ്വാസങ്ങളുടെയും മറ്റുമുള്ള ഹദീസുകളെല്ലാം കള്ളമായി ഉദ്ധരിച്ചു വന്നപ്പോൾ ആ ഹദീസുകൾ നിങ്ങൾ എവിടുന്നാണ്, ആരിൽ നിന്നാണ് കേൾക്കുന്നത്, ആരാണ് പറഞ്ഞത് എന്നൊക്കെ പരിശോധിക്കണം എന്ന ഈ ഉസൂൽ ഹദീസിന്റെ മേഖലയിൽ വളരെയധികം അറിയപ്പെട്ട ഒരു വാക്കാണിത്. ഈ നിലക്കുള്ള റിവായത്തുകളെ പരിശോധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഫന്ന് പഠിക്കുക എന്നുള്ളത് ഒരിക്കലും സാധാരണക്കാരനായ ഒരാൾ വിചാരിക്കരുത് ഇതെനിക്ക് ബാധകമല്ല, അല്ലെങ്കിൽ ഞാൻ അറിയേണ്ട കാര്യമല്ല എന്നൊരിക്കലും വിചാരിക്കരുത്. എനിക്ക് ഖുർആന്റെ തഫ്സീറും അല്ലെങ്കിൽ ഹദീസിന്റെ വിശദീകരണം മതി, സാധാരണക്കാര ഒരാൾക്ക് അത് മതി, അവരുടെ ദീന് കാത്തു സംരക്ഷിക്കുക, അത് മതിയായതാണ്. എന്നാൽ ഈ ഒരു ഇൽമു പഠിക്കൽ നമുക്ക് ദീനിന്റെ ഈ ഇൽമിയായ മേഖലയോടുള്ള താല്പര്യം വർദ്ധിക്കാനും നമ്മുടെ വിശ്വാസത്തിൽ യഖീൻ നേടാനും അതുപോലെ ധാരാളം ഉൾക്കാഴ്ച ലഭിക്കാനും എല്ലാം കാരണമാകുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ദീനിലെ ഒരുപാട് ശുബ്ഹത്തുകളിൽ നിന്ന് നമ്മുടെ ഈമാനിനെ, വിശ്വാസത്തെ സംരക്ഷിക്കാൻ കാരണമാകുന്ന ഒരു ഇൽമാണ് ഈ മുസ്തലഹുൽ ഹദീസ് അല്ലെങ്കിൽ ഇൽമുൽ ഹദീസി ദിറായത്തൻ എന്ന് പറയുന്നത്. ഇനി ഇതാദ്യമായി ക്രോഡീകരിച്ച പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ അങ്ങനെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വേണം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അൽ മൻദൂമത്തുൽ ബൈഖൂനിയ എന്ന കിതാബിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. ഒരു 2-3 കാലഘട്ടത്തിലായിട്ടാണ് ഈ ഒരു ഫന്ന് ക്രോഡീകരിച്ച് ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് ആയിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഒരു കാലഘട്ടം, പിന്നീട് താബിഈങ്ങളുടെ കാലത്ത് ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്, മുഹദ്ദിസീങ്ങളുടെ കാലത്ത് അവർ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിൽ ചെറിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹദീസിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ഇമാം ബുഖാരി, മുസ്ലിം അവർക്ക് ജീവിച്ചിരുന്ന 200-300 ഹിജ്റ അതിന്റെ ഇടയിലുള്ള കാലഘട്ടം എന്നുള്ളത്. പിൽക്കാലത്ത് ഈ ഒരു ഫന്നിനെ അറിയപ്പെട്ട ഈ ഒരു മേഖല ഇത് മാത്രമായിക്കൊണ്ട് കിതാബുകൾ എഴുതപ്പെട്ടു. പിന്നീട് ഇബ്നു സലാഹ്, മുഖദ്ദിമത്ത് ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹം വലിയൊരു മാറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ കാലശേഷം പിന്നീട് വന്ന കിതാബുകളൊക്കെ അദ്ദേഹത്തിന്റെ ഈ മുഖദ്ദിമത്ത് ഇബ്നു സലാഹ് എന്നുള്ള കിതാബിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് പിന്നീട് ഇന്ന് വരെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. ആ വിഷയങ്ങൾ കൂടി പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത ദർസിൽ ആ കാര്യങ്ങൾ പറയാം. അപ്പം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. വെറുതെ കേട്ടിരുന്നാൽ പോലും ഒരു വളരെയധികം ഉപകരിക്കുന്ന ഒരു ഇൽമാണ് ഇൽമുൽ ഹദീസി ദിറായത്തൻ എന്നുള്ളത്. അതിനോടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ വളരെയധികം താല്പര്യം ഉണ്ടാകുന്ന ഒരു ഇൽമുമാണ്. കാരണം ഹദീസുകൾക്ക് അത്ര ഒരു മാധുര്യമുണ്ട്.
ഓരോ പുതിയ ഹദീസ് വായിക്കുമ്പോഴും ഹദീസ് കേൾക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം അത് വളരെയധികം വലുതാണ്. കാരണം അത് വഹിയാണ്. ഖുർആന്റെ മാധുര്യം ആസ്വാദനം നമുക്കറിയാം. ഹദീസിന് അതുപോലെ നമുക്ക് ഈമാനികമായി ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു താലിബിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ആസ്വാദനമുണ്ട്. അതുകൊണ്ടാണ് ഹദീസുകൾ ലഭിക്കാൻ വേണ്ടി അന്ന് സലഫുകൾ എന്ത് ചെയ്തത്? ഇന്ന സ്ഥലത്തൊരു സഹാബി ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ 1-2 മാസം യാത്ര ചെയ്യാനുള്ള വസ്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി മരുഭൂമിയിലൂടെ എല്ലാം ആ യാത്ര ചെയ്ത് അവർ ഹദീസ് നമ്മളിന്ന് വായിക്കുമ്പോൾ ഒരു വരിയേ ഉണ്ടാവുള്ളൂ, ഒരു വാചകം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഹദീസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അവരത്രയധികം പോയിട്ടുണ്ട്. അതായത് ഇന്ന് കാലത്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് സന്തോഷം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇന്ന സാധനം കിട്ടാൻ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പണിയെടുക്കില്ലേ? അതുപോലെയായിരുന്നു സലഫുകളുടെ കാലത്ത് എന്ത്? ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി, പ്രത്യേകിച്ചും താബീങ്ങളുടെയും താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി അവർക്ക് അത്ര സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു, അത്ര വിലപിടിപ്പുള്ള ഒരു കാര്യമായിരുന്നു. അതിനുവേണ്ടി അവർ എത്ര സമ്പത്തും ചെലവഴിക്കുമായിരുന്നു, എത്ര സമയവും കഷ്ടപ്പാടുകളും ചെലവഴിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ ഒരു മേഖലയിൽ ഈ ഒരു ശാഖ പഠിക്കുമ്പോൾ അവരുടെ ത്യാഗവും അല്ലെങ്കിൽ അവരെത്രത്തോളം ഇങ്ങനൊരു ഇൽമ് കെട്ടിപ്പടുക്കാൻ വേണ്ടി എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത ദർസിലും അതിനെ തുടർന്ന് നമുക്ക് ആ ബൈത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.